കാലിത്തീറ്റയുടെ ഉൾപ്പെടെ വില വർദ്ധിച്ചതോടെ പ്രതിസന്ധിയിലാണ് ക്ഷീരകർഷകർ. പരിപാലന ചെലവ് വർദ്ധിക്കുമ്പോഴും പാൽ വിലയിൽ മാറ്റം വരാത്തത് നഷ്ടത്തിനിടയാക്കുകയാണ്. ക്ഷീരമേഖലയ്ക്ക് സർക്കാരിന്റെ കൈത്താങ് വേണമെന്നാണ് ഇവരുടെ ആവശ്യം. ഏറ്റവും ഒടുവിൽ പാൽ വില വർദ്ധിച്ചപ്പോൾ 700 രൂപയായിരുന്നു ഒരു ചാക്ക് കാലിത്തീറ്റയുടെ വില. ഇന്ന് കാലിത്തീറ്റ വില ഇരട്ടിയായി. പിണ്ണാക്കിന്റെയും കച്ചിയുടെയും ഉൾപ്പെടെ വില വർദ്ധിച്ചു. പരിപാലന ചിലവും വരുമാനവും താരതമ്യം ചെയ്യുമ്പോൾ നഷ്ടം മാത്രം ബാക്കി. ബുദ്ധിമുട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കാലിത്തീറ്റ വില വർദ്ധനമാണ്. കാലിത്തീറ്റ കേരള ഫീഡ് 30 രൂപ 20 രൂപയ്ക്ക് ഇപ്പോൾ കുറയ്ക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും ജനങ്ങളിൽ വേണ്ട വിധത്തിന് പ്രാവർത്തികമാകുന്നില്ല. പാൽ വില 50 രൂപയുടെ മുകളിൽ ഇപ്പോൾ ഉൽപ്പാദന ചെലവ് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ സൊസൈറ്റിയിൽ എനിക്ക് കൊടുക്കാൻ കർഷകർക്ക് കഴിയുന്ന വില 41 രൂപ മാത്രമാണ്. 1 ലിറ്റർ പാലിന് 50 രൂപയ്ക്ക് മുകളിൽ ലഭിച്ചാൽ മാത്രമേ ക്ഷീരകർഷകർക്ക് ലാഭം ലഭിക്കുകയുള്ളൂ. കോവിഡ് കാലത്തെ അടച്ചിടലിൽ വരുമാനം നഷ്ടമായവരിൽ പലരും ജീവിതമാർഗം തേടി ക്ഷീരമേഖലയിലേക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ പരിപാലന ചെലവ് താങ്ങാനാവാതെ വന്നതോടെ പലരും പശു വളർത്ത തന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞു. വേനൽ കനക്കുന്നതോടെ തീറ്റപ്പുല്ലിന്റെ ലഭ്യത കുറയും. ഈ സമയം തീറ്റ പുറമെ നിന്നും വില നൽകി വാങ്ങേണ്ടി വരും. പാലിന് വില കൂടിയില്ലെങ്കിൽ ബാധ്യത വർദ്ധിക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. റിപ്പോർട്ടർ, ഇടുക്കി.